പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് രേഖകള് കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അപ്പം നിങ്ങൾക്ക് എവിടെയോ പ്രാർത്ഥന ആവശ്യമുള്ളത് അവിടെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ പട്ടണത്തിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ കടകളൊക്കെ. അപ്പോൾ ഇപ്പം നിങ്ങൾ പട്ടണത്തിലായിരിക്കത്തില്ല. അപ്പോൾ എൻ്റെ മക്കൾ ആ മൊബൈലിൽ ആ പടം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ആ പടൻ്റെ ഫോട്ടോയോ വല്ലതും കൊണ്ട് വെച്ചാൽ മതി. നമ്മൾ ദൈവതിരുസന്നിധിയിലല്ലേ സമർപ്പിക്കേണ്ടത്. കർത്താവിന് നമ്മളത് മനസ്സ് ഓർക്കണത് തന്നെ ഈ ബ്ലെസ്സിങ്ങിൻ്റെ ലൊക്കേഷനാണ്. അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഭക്തിയോടെ നിൽക്കണം, ആദരവോടെയാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത്. കർത്താവ് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സമയമാണിത്.
കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവ്, വിദേശത്തൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ആൾക്കാരുണ്ട്. പലതരത്തിലുള്ള ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് ചിലയിടത്ത് തോക്കും, ചിലയിടത്ത് കാശ് കൊടുക്കും, ചിലയിടത്ത് ഒരു അംബിഗസ് ആയിട്ട് വരും. നടക്കുമോ ഇല്ലേ എന്നൊക്കെ അറിയാൻ പാടില്ലാത്തൊരു കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ട്. അവിടെ കൺഫ്യൂഷൻ എല്ലാം മാറ്റണേ. പ്രഭാതത്തിൽ അങ്ങോട്ട് നാം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേലെ അവിടെ കണ്ണുനീര്, ഞാൻ നിൻ്റെ കണ്ണുനീരെല്ലാം കുപ്പിയിലാക്കി വെച്ചിരിക്കണമെന്ന് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ എൻ്റെ കൈവെള്ളയിൽ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. കർത്താവേ, നീ ഞങ്ങളോട് കാണിക്കുന്ന കരുണയും കരുതലുമാണത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുകളോ കർത്താവേ, നിൻ്റെ ചിറകുകളുടെ ഉള്ളിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്ന് സങ്കീർത്തനോട് ചേർന്നുകൊണ്ട് കഷ്ടകാലങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ കൈവെള്ളയിൽ അങ്ങ് സൂക്ഷിക്കുന്നവർ നന്ദി പറയുന്നു. കർത്താവേ, ഒത്തിരിയേറെ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്, നീറ്റ് ഉൾപ്പെടെ എഴുതിയിട്ടുള്ളവർ മക്കളുണ്ട്. അവർ ഇങ്ങനെ ആശങ്കയോടെ ഇരിക്കുകയാണ്, എവിടെ കിട്ടുമോ കിട്ടിയതല്ലേ. കർത്താവേ, അർഹമായ എല്ലാവർക്കും അത് കിട്ടാനിടയാകണം. പക്ഷേ ഭാവിയിൽ പഠിക്കാം, ഇപ്പോൾ കുറച്ച് മാർക്ക് കുറഞ്ഞെങ്കിലും ഭാവിയിൽ അത് കരകയറുമെന്ന് അങ്ങേക്കറിയാമല്ലോ ഈശോയെ. അങ്ങനെയുള്ളവർക്കെല്ലാം സീറ്റ് കൊടുത്ത് അവരുടെ ജീവിത പന്താവ് ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, +1 +2 പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് അഡ്മിഷൻ പശുക്കൾക്ക് അഡ്മിഷൻ്റെ സമയമാണ്. ചിലർക്ക് 2 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും ഇപ്പോഴും അഡ്മിഷൻ ആയിട്ടില്ല. അവരെല്ലാം ഓർത്തിപ്പോൾ പ്രാർത്ഥിക്കണം ഈശോയെ. ഒരിക്കലും വിദ്യാഭ്യാസം ആർക്കും നിഷേധിക്കാൻ ഇടവരുത്തരുത് ഈശോയെ. എല്ലാവരും പഠിച്ചു ഈ കാലഘട്ടത്തിന് വെല്ലുവിളികളെ അതിജീവിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ അങ്ങനെ മക്കളെ നീ അനുഗ്രഹിക്കണം. മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് വേദനപ്പെടുന്ന മാതാപിതാക്കന്മാർക്ക് നീ പുതിയ പോംവഴികളെ കാണിച്ചു കൊടുക്കണം. കർത്താവെ, ഗവൺമെൻറ്റുകളെ അടിസ്ഥാന വിദ്യാഭ്യാസം +1 +2 ആക്കാൻ, അത് സൗജന്യമാക്കാനും അത് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖല നവീകരിക്കപ്പെടാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകൾ ഞങ്ങൾ ജീവിതമാർഗം കണ്ടെത്തുന്ന ഓരോ തൊഴിലിടങ്ങൾ, ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്, ആ അനുഗ്രഹ സ്ഥലങ്ങളെ ഇപ്പോൾ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഉപയോഗിക്കുന്ന ജീവിതമാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തൊഴിലിടങ്ങളെ നീ ആശീർവദിക്കണം. അതിൻ്റെ രേഖകളെ, ചിലപ്പോൾ നമ്പർ കിട്ടാത്തവരുണ്ടാകാം, നമ്പർ അതിന് അപേക്ഷിക്കുന്നവരുണ്ടാകാം. ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം രേഖകളാണ് വേണ്ടത്, ആ രേഖകൾക്കെല്ലാം നിലവിലുള്ള ദോഷങ്ങളെ, തടസ്സങ്ങളെ, കിട്ടാനുള്ള തടസ്സങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ വാഹനങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. നീ ഉപയോഗിക്കുന്ന നീ പോകുന്ന വഴികളെ ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ വാഹനത്തിൻ്റെ, നീ ഹയർ ചെയ്ത വാഹനമായാലും, വാടകയ്ക്കെടുത്ത വാഹനമായാലും, ടാക്സി എടുത്ത വാഹനമായാലും, ഗവൺമെൻറ് വാഹനങ്ങളായാലും, അതെല്ലാം നീ സഞ്ചരിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. ആ വാഹനത്തിന് കുറുകയും നെടുകയും പോകുന്ന മറ്റു വാഹനങ്ങളും തട്ടുപിടി അവിടെ ഉണ്ടാകാതിരിക്കാൻ അവൻ നിന്നെ തൻ്റെ തൂവലുകൾക്കുള്ളിൽ മറച്ചുകൊള്ളുമെന്ന് പറഞ്ഞ നിൻ്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതിരിക്കാൻ ദൂതന് കൽപ്പിക്കുന്നതാണ് ചെയ്ത സംരക്ഷണത്തിൻ്റെ ദൈവം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ അമേരിക്കൻ ഡ്രോൺ നിന്ന് റോക്കറ്റ് വന്ന് നമ്മളുടെ കപ്പലിൽ, ഇന്ത്യൻ കപ്പലിൽ ഹിറ്റ് ചെയ്യപ്പെട്ടു. 3 പേര് മരിച്ചു. ഇന്ത്യ വളരെയേറെ ഹോട്ടായി ഈ വിഷയത്തിൽ.
രാജ്യം പണ്ട് മുതലേ ഒരു മാന്യത ഉള്ള ഒരു രാജ്യമാണ്, നമുക്കറിയാം. നമ്മുടെ രാജ്യം നൂറ്റാണ്ടുകളായിട്ട് ഒരു മാന്യത സൂക്ഷിക്കുന്ന രാജ്യമാണ്, പക്ഷേ എല്ലാ റിലേഷനിലും. പക്ഷേ ഈ വിഷയത്തെ പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉടനെ നമ്മുടെ എംബസിയിൽ, അമേരിക്കൻ എംബസിയിലെ അംബാസഡറിനെ വിളിച്ചിട്ട് ജയശങ്കർ ശാസിക്കുന്നുണ്ട്. ശാസിക്കുകയല്ല, നമ്മുടെ പ്രതിഷേധം അറിയിക്കുന്നു. അത് ഒരു മാന്യമായ നയതന്ത്ര നടപടിയാണത്, പ്രതിഷേധം അറിയിക്കുക. പിന്നീട് അതിൻ്റെ പ്രൊസീജിയർ ഉണ്ടാകും ബാക്കി. ഞാനെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ അംബാസിഡർ എന്ന് പറയുന്നത് പോലെയാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വർക്ക് ചെയ്യണത്. ദൈവത്തിൻ്റെ അംബാസിഡറാണ്. പിന്നെ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഈ 2-3 രാജ്യങ്ങളുണ്ടല്ലോ, ദൈവരാജ്യം, ലോകരാജ്യം, പിന്നെ നരകരാജ്യം. അപ്പം ദുഷ്ടാത്മാവ്, ലോകാത്മാവ്, ദൈവാത്മാവ്. അപ്പോൾ ഈ ഓരോ ഏത് ആത്മാവിനാലാണ് നയിക്കപ്പെടുന്നതെന്ന് ഈശോ ചോദിച്ചിട്ടുണ്ട്. പല ആത്മാക്കൾ ഉള്ളത് കൊണ്ടാണ് അല്ലേ ഈശോ ചോദിച്ചിട്ട്, ഏത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നമ്മുടെ ലൂക്കാന്റെ സുവിശേഷത്തിലുണ്ടത്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലുണ്ട്. ലൂക്ക 9:55. ലൂക്ക 9:55. ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പം അങ്ങനെ ഇതൊരു അപകട മേഖലയാണ്. അതായത് ഏത് വിധത്തിലുള്ള ആത്മാവെന്ന് പറയുമ്പോൾ ആത്മാക്കൾ പലവിധം ഉണ്ടെന്നല്ലേ വ്യക്തമാകണത്. ഏതാത്മാവാണ്? ഇപ്പം മാതാവ് ചോദിക്കണില്ലേ, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ എന്താണ് മാലാഖ പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും. അവിടെ എന്താണത്? അത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വരണത്, അത്തിൻ്റെ ശക്തിയാണ്. ഈ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമ്മുടെ പൗലോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാണ് നയിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകും. അതാണ് ഈ അംബാസഡർ ഇന്നെന്ന് പറയണത്. ദൈവത്തിൻ്റെ പരിശുദ്ധ അംബാസഡറായ പരിശുദ്ധാത്മാവ് നമ്മളിലുള്ള സമയത്താണ് നമ്മൾ ദൈവമക്കളായിട്ട് മാറുന്നത്. ഇനി നമ്മൾ വേണമെങ്കിൽ ഈശോ പറഞ്ഞ പോലെ പണ്ട് ഈ സബദി പുത്രന്മാരുടെ കാര്യമില്ലേ, അവർ സമരിയാക്കാരുടെ തലയിൽ തീയും ഗന്ധകവും വീഴാൻ വേണ്ടിയല്ലേ അധികാരത്തിന് വേണ്ടി ചോദിക്കുന്നത്. അപ്പം നശിപ്പിക്കാനല്ലേ അത്, അവരെ നശിപ്പിക്കുക. അപ്പം നശിപ്പിക്കണ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? യോഹന്നാൻ 10:10 എന്താണത്? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. അപ്പം അതും ഒരു അരൂപിയാണ്, കള്ളൻ്റെ അരൂപി, ദുഷ്ടൻ്റെ അരൂപി, പൈശാചിക അരൂപി. ഇപ്പം നമ്മൾ കുറേ സംഭവം കണ്ടില്ലേ, പൈശാചിക അരൂപിയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പിന്നെ ഇത് കൂടാതെ എന്താണ്, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ലെന്ന് ഈശോ പറഞ്ഞ 14:17 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. അപ്പോൾ ലോകത്തിൻ്റെ ആത്മാവും ഉണ്ട്. ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയണത്, നമ്മളിൽ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതമാണ്. ഈ ആത്മാവ് നമ്മളെ നയിച്ചില്ലെങ്കിൽ നമുക്ക് ആത്മീയ ജീവിതം ഇല്ല. അങ്ങനെ ആത്മീയ ജീവിതം ഇല്ലാത്ത ഒരു തുരിയ സ്റ്റേജ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതിന് പകരം ആത്മീയ ജീവിതം ഇല്ല എന്നുണ്ടെങ്കിൽ ലൗകിക ജീവിതം ശക്തിപ്പെട്ടിരിക്കും. ലൗകിക ജീവിതം മൂത്ത് വരുമ്പോഴാണ് നരക ജീവിതം തുടങ്ങുന്നത്, പൈശാചിക ജീവിതം. അപ്പോൾ ഇതിൻ്റെ വരുന്ന വിഷയം എന്ന് പറയുന്നത്, ഈ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ല എന്ന് പകരം ലോകാത്മാവാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോണ എന്താണ്? പരിശുദ്ധാത്മാവ് കിറ്റാകും. ഉടനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോകും. അത് വിട്ടുപോകുമെന്ന് പറയാൻ കാര്യം, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. എഫേസ്യർ 4:30 വായിച്ചു. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അംബാസഡർ അപ്പം തന്നെ പോകും.
ലോകരാജ്യമാണ് ഇവിടെയെന്നുണ്ടെങ്കിൽ പിന്നെ പരിശുദ്ധ നിൽക്കത്തില്ല. നിങ്ങൾ ആമ്പായിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ചാലും എല്ലാം കണക്കാണ്. അതായത് ഒത്തിരി ആൾക്കാർ പറ്റിപ്പിൽ ജീവിക്കുന്നുണ്ട്. കാര്യം പരിശുദ്ധാത്മാവ് ഇല്ല, പിന്നെ എന്താണ് നിങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കണേ? ഹൗ കാൻ യു റിസീവ് ഇറ്റ്? അത് പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ല എന്നുള്ളത് എങ്ങനെ അറിയണത്? ഈശോ ചോദിച്ചില്ലേ, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്ത് അരൂപിയാണ് നിങ്ങളെ നയിക്കണത്? അപ്പോൾ ആ അരൂപി എന്ന് പറഞ്ഞത് കൊല്ലാനും നശിപ്പിക്കാനുള്ള അത് അരൂപിയാണെങ്കിൽ ദുഷ്ടൻ്റെ അരൂപിയല്ലേ വരണത്. അപ്പം അതുകൊണ്ട് തന്നെ ആത്മീയ ജീവിതത്തിന് നല്ല വില കൊടുക്കാതെ, അത്ര വില കൊടുക്കാതെ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കുക മാത്രമല്ല, നിർവീര്യമാക്കരുതെന്നും പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായത് കൊണ്ടാണ് വേദനിപ്പിക്കരുതെന്ന് പറയണത്. പരിശുദ്ധാത്മാവ് ഒരു ശക്തി ആയതുകൊണ്ടാണ് നിർവീര്യമാക്കരുതെന്ന് പറയണത്. കാര്യം 1 തെസ്സലോനിക്കർ 5:19 എടുത്തേ. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അതിൻ്റെ അർത്ഥം കണ്ട, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നമുക്ക് വേണമെങ്കിൽ നിർവീര്യമാക്കാവുന്ന അതിൻ്റെ അർത്ഥം. പല അണ്ണന്മാർക്ക് സംഭവിച്ചിരിക്കുന്നത് അതാണ്. അവർ ലോകാരൂപിയിൽ ജീവിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ജീവിച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഓട്ടോമാറ്റിക്കലായിട്ട് നിർവീര്യമാകും. പിന്നെ പരിശുദ്ധാത്മാവ് നിർവീര്യമായ സ്ഥിതിക്ക് പിന്നെ ഒന്നും ആ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ആ വ്യക്തി നന്മകളൊക്കെ ചെയ്യുമായിരിക്കും. അത് ആൾ കളിക്കാനും വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ വേണ്ടിയുള്ള ലോകാരൂപിയുടെ തന്നെ മറ്റൊരു അഭ്യാസമായിരിക്കും. ദൈവമായിട്ട് ചിലപ്പോൾ അതിന് ബന്ധമുണ്ടാകത്തില്ല. ദൈവമായിട്ട് ബന്ധമില്ലാത്ത നന്മ പ്രവൃത്തികളെന്ന് പറയണത് ഹൃദയമില്ലാത്ത പ്രാർത്ഥനയ്ക്ക് തുല്യമാണ്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിലാണോ എന്ന് നമ്മൾ ചിന്തിക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി പാളത്തിലേക്ക് കൊണ്ടുവന്ന് ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് രമ്യ. ഞാൻ വരുന്നത് അയർലൻഡിൽ നിന്നാണ്. ഞാൻ 2021 മുതൽ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യുവാണ് അയർലൻഡിൽ. ഞാൻ 2017 മുതൽ ഇവിടെ കൃപാസനത്തിൽ വരുന്നതാണ്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വരുന്നത് എന്നോട് ആരും പറഞ്ഞിട്ടല്ല ഞാനിവിടെ വന്നത്. ഞാനിവിടെ വന്നു പെട്ടതാണ്. ശരിക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഒരു ദിവസം ചെറുതായിട്ട് വഴക്കുണ്ടാക്കിയായിരുന്നു. അന്ന് ഞാൻ എൻ്റെ മൂത്ത മോൻ, ഇതെൻ്റെ 2ാമത്തെ മോനാണ്. എൻ്റെ മൂത്ത മോന് 3 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഞാനും ആദ്യമായിട്ട് ബസ്സിൽ കയറി ചുമ്മാ ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാൻ ആദ്യമായിട്ടായിരുന്നു അന്ന് അവനെയും കൊണ്ട് ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പം അതൊരു ചേർത്തല ബസ്സായിരുന്നു. അന്നിവിടെ ബസ്സിന് സ്റ്റോപ്പില്ലായിരുന്നു. അന്നിവിടെ ആദ്യം ബസ് നിർത്തിയപ്പോൾ എനിക്ക് ഇതിൽ കൂടുതൽ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഇവിടെ ഒരു പള്ളി കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ ഓഫീസിലോട്ട് ഡയറക്റ്റ് പോയത്. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ മെൻ്റലി കുറച്ച് ഡൗൺ ആണ്, എനിക്കൊരു കൗൺസിലിംഗ് തരുമോ എന്ന് ചോദിച്ചു. അവരെനിക്ക് പെട്ടെന്നൊരു കൗൺസിലിംഗ് അറേഞ്ച് ചെയ്ത് തന്നു. അതിനുശേഷം ബൈബിൾ തുറന്ന് ഒരു വചനം എടുക്കാൻ പറഞ്ഞു. വചനം എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ തെറ്റുകളാണ് തിരുത്തേണ്ടതെന്ന്. ഞാൻ സൈലൻ്റ് ആകാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ എപ്പോഴും ഇവിടെ പള്ളിയിൽ വരുമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ പള്ളിയിൽ വരുമ്പോൾ. അതിനുശേഷം ഞാൻ കൗൺസിലിങ്ങിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചുപോയി. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ കുറച്ച് ടെൻഷനായിരുന്നു. എന്നെ കാണാതെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നീട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പള്ളിയിൽ വരും. ഞാൻ ഹിന്ദുവാണ്. എൻ്റെ ഹസ്ബൻഡൊക്കെ അമ്പലത്തിൽ മാത്രമേ പോകാറുള്ളായിരുന്നു. അപ്പോൾ ഞാനിവിടെ പള്ളിയിൽ വരണമെന്ന് പറയുമ്പോഴൊക്കെ എന്നെ ഇവിടെ വഴിയിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. ഞാൻ തന്നെ അകത്തേക്ക് കയറും. എൻ്റെ മൂത്ത മോൻ എൻ്റെ കൂടെ വരുമായിരുന്നു. അവൻ അന്ന് ആദ്യമായിട്ട് ഞാൻ വരുമ്പോഴും അവൻ കൊച്ചുകുട്ടിയായിരുന്നു. അവൻ കരഞ്ഞപ്പോൾ എന്നെ കൗൺസിൽ ചെയ്ത സാർ അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ കരച്ചിൽ നിന്നു. അപ്പോൾ മുതലേ അവനും എൻ്റെ കൂടെ എപ്പോഴും ഞാനിവിടെ വന്നാൽ വരുമായിരുന്നു. പിന്നെ എനിക്ക് സ്റ്റാഫ് നഴ്സ് ആയതുകൊണ്ട് തന്നെ
എനിക്ക് യൂറോപ്യൻ കൺട്രീസിൽ എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ആദ്യം മാതാവിനോട് പറഞ്ഞു, എനിക്കും ഇതേപോലെ പുറത്ത് പോയി വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാൻ OET എഴുതും, പക്ഷേ എനിക്ക് ഒറ്റ പ്രാവശ്യം എഴുതാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടത്തില്ല എഴുതാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യം എനിക്ക് ചാൻസ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരു പ്രാവശ്യം തന്നെ എഴുതുമ്പം പാസ്സാകണമെന്ന് പറഞ്ഞു. അത് കോവിഡിൻ്റെ പീക്ക് ടൈം ആയിരുന്നു. ട്രിവാൻഡ്രത്ത് പോയാൽ ഞാൻ എക്സാം എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അതിനുശേഷം എൻ്റെ DL ഒക്കെ കുറച്ച് സ്ലോ ആയിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കൂടെ ചെയ്തവരെക്കാട്ടിൽ ഫാസ്റ്റായിട്ട് എനിക്ക് പോകാൻ പറ്റി. അയർലൻഡിൽ ചെന്നു. ഞാൻ ആദ്യം പ്രൈവറ്റിലാണ് വർക്ക് ചെയ്തത്. ഇപ്പോൾ ഞാൻ ഗവൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് സെൻറ്റ് മേരീസ് എന്നാണ്, ഗവൺമെൻറ്റിലാണ്. അത് മാതാവിൻ്റെ പേരിലുള്ള ഈ സ്ഥലത്ത് തന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കവിടെ ഇപ്പം ഞാൻ ഒരു മാസമായി അവിടുന്ന് ജോലിക്ക് കയറി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മാനേജറിൻ്റെ അടുത്ത് എനിക്കിവിടെ എനിക്ക് കുഞ്ഞിനെ ഇവിടെ നാട്ടിലാക്കിയേ വേണം, സാക്ഷ്യം പറയാൻ അവസരം കിട്ടാൻ വേണ്ടി ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ആനുവൽ ലീവ് 2 വീക്സിലേക്ക് തന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നാട്ടിലേക്ക് വന്നത്. എൻ്റെ മൂത്ത മോന് ഇപ്പോൾ 11 വയസ്സുണ്ട്. അവന് ഒരു 8 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ അവൻ എപ്പോഴും വഴക്കുണ്ടാക്കുമായിരുന്നു. അവന് മാത്രം അനിയനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അതുവരെ രണ്ടാമതൊരു കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടില്ലായിരുന്നു. കാരണം എൻ്റെ സിസ്റ്റർ ഇൻ ലോ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒരു കാർഡിയാക് അറസ്റ്റിൽ കുഞ്ഞ് മരിച്ചു പോയതാണ്. അപ്പോൾ ആ ഒരു ടെൻഷനിൽ ഞങ്ങൾ പിന്നെ നോക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ എൻ്റെ മൂത്ത മോൻ്റെ വിഷമം കാരണമാണ് ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ലായിരുന്നു. അപ്പോൾ 2024 നവംബറിൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഉടമ്പടി എടുക്കണം. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു ഇത് എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ വീണ്ടും കരഞ്ഞ് പറയാൻ തുടങ്ങി, എങ്ങനെയെങ്കിലും ഉടമ്പടി എടുത്ത് പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടി സമ്മതിച്ച ആളും ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി. അപ്പോൾ ഞാൻ 3 പ്രാവശ്യം ബൈബിള് വായിച്ചപ്പോൾ എനിക്ക് മാതാവ് മറിയം ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു എന്നുള്ള വചനം എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ലഭിച്ചത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇവന് ഒരു കുറവും വരില്ല, നല്ല ആരോഗ്യവാനായ കുട്ടിയെ തന്നെ ജനിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. അവൻ കരയുമ്പോൾ ഞാൻ അവന് പാടിക്കൊടുക്കുന്നത് ഓ ദിവ്യമ സ്നേഹമേ എന്ന് പറയുന്ന പാട്ടാണ് പാടിക്കൊടുക്കുന്നത്. അത് കേൾക്കുമ്പോഴേ അവൻ സൈലൻ്റ് ആകും, അവൻ ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ മൊബൈലിൽ ഞാൻ കാർട്ടൂൺസ് ഒന്നും കാണിക്കത്തില്ല. ഞാൻ ഇവിടുത്തെ കൃപാസനത്തിലെ ലൈവ് വീഡിയോ ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ ആൾ പെട്ടെന്ന് സൈലൻ്റ് ആകും. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. പിന്നെ എനിക്ക് ജോലിയുടെ കാര്യത്തിൽ പ്രൈവറ്റ് ജോലി ആദ്യം അയർലൻഡിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇതേപോലെ 2 അറ്റംപ്റ്റ്സേ ഉള്ളൂ. അത് പാസ്സായില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരണം. അങ്ങനെ ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ 14 സ്റ്റേഷനാണുള്ളത്. ആദ്യത്തെ സ്റ്റേഷനിൽ എനിക്ക് അത് തണുപ്പ് സമയമായിരുന്നുകൊണ്ട് എൻ്റെ കൈ മരച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു എഴുതുന്ന സ്റ്റേഷനായിരുന്നു. അതെനിക്ക് 3 മിനിറ്റ് കൊണ്ട് എഴുതേണ്ടത് 9 മിനിറ്റ് കൊണ്ടാണ് എഴുതി തീർക്കാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ എക്സാമിനർ എന്നോട് പറഞ്ഞു സാരമില്ല, ഈ സ്റ്റേഷനിൽ നീ ഫെയിലാകും, പക്ഷേ ബാക്കി 13 സ്റ്റേഷനും ടെൻഷൻ അടിച്ച് കളയാതെ അത് നന്നായിട്ട് ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അമ്മയുടെ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് മുറുക്കെ പിടിച്ച് ഓരോ സ്റ്റേഷനും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ അതിൻ്റെ റിസൾട്ട് ലാസ്റ്റാണ് വന്നത്. പക്ഷേ ഞാൻ എല്ലാ സ്റ്റേഷനും ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തായിരുന്നു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ അയർലൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഇതേപോലെ ഞാൻ വണ്ടിയിൽ കയറി ടെസ്റ്റിൻ്റെ മുമ്പ് രാവിലെ തൈലം പൂശി സ്റ്റിയറിംഗ് വീലിലൊക്കെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അതിൻ്റെ ഫലമായിട്ടാണ് അയർലൻഡിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്ന വലിയ പാടുള്ള കാര്യമാണ്. അതും എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞു. പിന്നെ എനിക്ക് വണ്ടി പാസ്സായെങ്കിലും ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് പാസ്സായത്. അതുകൊണ്ട് കുറച്ച് നാൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്നില്ലായിരുന്നു. അതിന് ശേഷം എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം എനിക്ക് വലിയ റോഡുകളിലൂടെയൊക്കെ പോകാൻ പേടിയായിരുന്നു. അപ്പം ഞാൻ അച്ഛൻ്റെ ടോക്കൊക്കെ കേട്ടൊക്കെയാണ് പോകുന്നത്. ഇപ്പം എനിക്ക് നല്ല കോൺഫിഡൻസോടുകൂടി വണ്ടി ഓടിച്ച് പോകാൻ സാധിക്കുന്നുണ്ട്. അതിനും അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഒരുപാട് എൻ്റെ ഗവൺമെൻറ് ജോബിൻ്റെ കാര്യം ഞാൻ ഈ ഡിസംബറിൽ ഇവിടെ വന്നപ്പോൾ എനിക്കിനി ഒരു മറ്റേണിറ്റി ലീവ് കഴിഞ്ഞൊരു പെർമനൻറ്റ് ജോബിലേക്ക് പോകാനായിരുന്നു എനിക്ക് താല്പര്യം. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായത് നാട്ടിൽ വന്ന സമയത്ത് ഒരു പ്രൈവറ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു.
ഗവൺമെൻറ്റിൻ്റെ ഈ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഞാനിവിടെ അച്ഛനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ കണ്ട് ഇവിടെ അൾത്താരയിൽ മുട്ടുകുത്തി നിന്നപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അച്ഛന് ആ കുരിശ് എൻ്റെ കയ്യിൽ പിടിക്കാൻ തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അച്ഛൻ എന്നോട് ചോദിച്ചു, എന്തിനാ മോളെ കരയുന്നതെന്ന് ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. പേപ്പർ എന്തായാലും അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അച്ഛൻ എൻ്റെ മുഖത്ത് തട്ടിയിട്ട് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ആ ജോലി തന്നെ എനിക്ക് കിട്ടി. അതിനു മുമ്പ് ഒരു 2 വർഷത്തോളം എനിക്ക് ഏജൻസി ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഏജൻസി ഷിഫ്റ്റ് പല പല സ്ഥലങ്ങളിലാണല്ലോ നമ്മൾ പോയി വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് എങ്ങനെ പോയി വർക്ക് ചെയ്യുന്നൊരു വിഷമം ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ ഡെയിലി ബ്രെഡ് ഒരു ദിവസം പ്രവർത്തിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, ചില ആൾക്കാർ പുതിയതായിട്ടൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് വളരെ ടെൻഷൻ അടിക്കുന്നുണ്ടായിരിക്കും. ഞാനിത് ചെയ്തിട്ടില്ലാത്ത കാര്യമാണെന്ന് ഓർത്ത് വിഷമിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട. നിങ്ങൾ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് ആദ്യമായിട്ട് പോകുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. എല്ലാം മാതാവിനെ ഏൽപ്പിച്ചിട്ട് പോയാൽ മതി. നിങ്ങളുടെ കാര്യമൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുമെന്ന് പറഞ്ഞ് അച്ഛൻ അന്ന് പ്രാർത്ഥിച്ചു. അന്ന് മുതലാണ് ഞാൻ ഈ ഏജൻസി ഷിഫ്റ്റ് ധൈര്യത്തോടു കൂടി പോകാൻ തുടങ്ങിയത്. ഞാൻ പോകുമ്പോൾ എൻ്റെ പോക്കറ്റിൽ ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. പോകുന്നതിന് മുമ്പ് ഞാൻ വൈകുന്നേരത്തെ പ്രാർത്ഥന ചൊല്ലിയിട്ട് എൻ്റെ പോക്കറ്റിൽ ജപമാലയും ഇടും, കുറച്ച് ഉടമ്പടി ഉപ്പും ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഇത്രയും നാൾ ജോലി ചെയ്തപ്പോൾ ഏറ്റവും സന്തോഷമായിട്ടാണ് എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടുള്ളത്. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ചിലപ്പോൾ ബസ്സിലായിരിക്കും പോകുന്നത്. പോകുമ്പോൾ ഞാൻ കൊന്ത ചൊല്ലിയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം കൊന്ത ചൊല്ലുന്നതിൻ്റെയും ഗുണങ്ങൾ എനിക്ക് ഡ്യൂട്ടി ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. ചിലപ്പോൾ ഈ പേഷ്യൻസ് തന്നെ എൻ്റെ മുഖത്ത് നോക്കി ഒരുപാട് സന്തോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ഇവർ എന്നെ നോക്കിയല്ല സന്തോഷിക്കുന്നത്, എൻ്റെ കൂടെയുള്ള ആൾ മാതാവിനെ നോക്കിയാണ് സന്തോഷിക്കുന്നതെന്ന് എനിക്ക് എപ്പോഴും അറിയാമായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് മാതാവിനോടും ഈശോയോടും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. എന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിന്നെ ആരെങ്കിലും പ്രലോഭിപ്പിച്ചിട്ടാണോ നീ ഇങ്ങോട്ട് വരുന്നതെന്ന്. അങ്ങനെയല്ല, എനിക്ക് ബൈബിളിൽ വചനം കിട്ടാറുണ്ട്, നിങ്ങൾ എന്നെയല്ല, ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ബസ് ഇവിടെ നിർത്തിയതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്ന് കയറിയതും കൃപാസനത്തെ പറ്റി അറിയാൻ എനിക്ക് കഴിഞ്ഞതും. എന്നോട് ആരോടെങ്കിലും മാതാവിനെ പറ്റി ചോദിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ലോട്ടറി അടിച്ച ഫീലായിരിക്കും. അപ്പം ഇതുപോലെ തുടർന്ന് പോകാനാണ് എനിക്ക് വീണ്ടും ആഗ്രഹം. പിന്നെ അയർലൻഡിൽ പേപ്പർ കൊണ്ട് കൊടുക്കുമ്പോൾ ഞാൻ പോകുന്ന പള്ളിയിൽ അധികം ആൾക്കാരെ അങ്ങനെ കാണാറില്ല. പ്രായമായ കുറച്ച് പേരെയൊക്കെ ഞാൻ പോകുന്ന സമയങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മോൻ എൻ്റെ അടുക്ക് പറയും, ഇത് നമ്മൾ എപ്പോൾ കൊടുത്തു തീർക്കാനാണെന്ന് പറയും. പക്ഷേ ഞങ്ങൾ അങ്ങനെ പോകുന്ന ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ നിറയെ ആൾക്കാരായിരിക്കും. അവരിങ്ങോട്ട് വന്ന് ചോദിക്കും. പക്ഷേ ഞാൻ ഫുള്ള് കൊടുക്കത്തില്ല. എൻ്റെ കയ്യിൽ 1-2 പത്രം എപ്പോഴും ഞാൻ ബാക്കി വെക്കും, ആർക്കെങ്കിലും അത്യാവശ്യമുള്ളവർ വരുമ്പം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ സാലറിയിൽ ചെറിയ ഭാഗം ഞാൻ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ആത്മീയ ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ ഡെയിലി ബ്രെഡ് ശരിക്കും ഞാൻ ഡെയിലി ബ്രെഡ് നേരത്തെ ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇതുപോലെ രാവിലെ എന്നും 5:30 അച്ഛൻ വന്നിട്ട് എന്നും ഫ്രഷായിട്ട് ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരിതുണ്ടാകുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നടന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഞാൻ എന്നും കറക്റ്റായിട്ട് 5:30 കൂടുന്നതല്ല, പക്ഷേ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനിത് കാണും. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കാണാറുള്ളത്. പിന്നെ എന്നെ ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ്സ് പറയുവാണെങ്കിൽ, സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ പറയുവാണെങ്കിൽ ഞാൻ അവരോട് അങ്ങനെ പ്രതികരിക്കാൻ പോകാറില്ല. ഞാനൊരു സ്റ്റാറ്റസും കൂടെ എക്സ്ട്രാ മാതാവിനെ പറ്റി ഇടുകയാണ് ചെയ്യാറുള്ളത്. ബൈബിൾ ഞാൻ വായിച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വചനങ്ങൾ എടുത്ത് വായിക്കാറുണ്ട്. ജപമാല വായിക്കുമ്പോഴൊക്കെ ചെല്ലുമ്പോഴൊക്കെ എനിക്ക് എന്തെങ്കിലും എൻ്റെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങൾ നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എൻ്റെ കയ്യിൽ എവിടെ പോയാലും എൻ്റെ ജപമാല എൻ്റെ കൂടെ കാണും. പിന്നെ എനിക്ക് ജോലി മെയ് 11 ഞാൻ ജോയിൻ ചെയ്തത്. അന്ന് ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ പോസ്റ്റ് ചെയ്തു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന്. അന്ന് അച്ഛൻ ഡെയിലി ബ്രെഡിൽ സംസാരിച്ചപ്പോൾ 5 മിനിറ്റോളം അച്ഛൻ സംസാരിച്ചത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിനെ പറ്റിയായിരുന്നു. അതെനിക്ക് വളരെ പോസിറ്റീവായിരുന്നു. പോകുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ തുടക്കത്തിൽ ഞാൻ പോസ്റ്റ് ചെയ്ത കാര്യത്തെപ്പറ്റി അച്ഛൻ അന്ന് കൂടുതൽ നേരം സംസാരിച്ചപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയിരുന്നു. അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഞാൻ ഉടമ്പടി എടുക്കുകയും അവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ കുഞ്ഞ് വാവ ജനിക്കുകയും ഇന്ന് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഇന്ന് കുഞ്ഞുമായിട്ട് വന്ന് പരിശുദ്ധമ്മയ്ക്ക് നന്ദി പറയുന്നത്.
അക്രൈസ്തവയായ ഈ മകള് ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നയിക്കുകയും നേർച്ച വസ്തുക്കളായ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലവും ഒക്കെ തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എല്ലാ രീതിയിലും എല്ലായിടത്തും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നത്. ഈശോയും അമ്മയും അറിയാതെ, ഈശോയും അമ്മയും തിരഞ്ഞെടുക്കാതെ ഇവിടെ ആരും വരാറില്ല. അമ്മ അറിഞ്ഞാൽ അമ്മയുടെ അറിവോട് കൂടി മാത്രമേ ഇവിടെ ആരെങ്കിലും വന്നു പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ സാന്നിധ്യമുണ്ട്. അത് അമ്മ തന്നെയാണ് അമ്മയ്ക്ക് വേണ്ടവരെ പല സാഹചര്യങ്ങളിലൂടെ പല രീതിയിലൂടെയാണ് അമ്മയുടെ മക്കളെ അമ്മ തിരഞ്ഞെടുത്ത് അമ്മയുടെ സന്നിധിയിൽ കൊണ്ടുവരുന്നത്. ഉടമ്പടി ജീവിതത്തിൽ ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വചനം പറയുന്നത് പോലെ, ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരുമെന്നാണ് പറയുന്നത്. വചനത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഒരിക്കലും പോകാത്ത വഴിയിലൂടെയാണ് നാം ജീവിതത്തിൽ യാത്ര ചെയ്യുന്നത്. ആ ജീവിതയാത്രയിൽ കൃപാസനം അമ്മയാണ് നമ്മെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ഈ മകളുടെ ഓരോ പരീക്ഷയുടെ സമയത്തും OET എക്സാമിനും ആപ്റ്റിറ്റ്യൂഡ് എക്സാമും ജോലിക്കുള്ള ഇൻ്റർവ്യൂവിനും അതും അയർലൻഡിലെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക, ഇതിനൊക്കെ ഉള്ള ഓരോ പ്രൊസീഡിങ്സിനുമെല്ലാം പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം, അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് ഈശോയും അമ്മയും ഈ മകളെ ഇത്രയും നല്ല രീതിയിൽ അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും കാത്തു പരിപാലിക്കുകയും ചെയ്തത്. പോകാത്ത വഴിയിലൂടെ പോയപ്പോൾ കരം പിടിച്ച് നയിച്ചത് കൃപാസനം അമ്മയാണ്. നമ്മുടെ ജീവിതത്തിലും മനുഷ്യരാശി ഒരിക്കലും യാത്ര ചെയ്യാത്ത വഴിയിലൂടെയാണ് ഇന്ന് നമ്മുടെ ജീവിതയാത്ര. നാം അറിയാത്ത വഴിയിലൂടെ, ഒരു പുതിയ വഴികളിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ ഒരു ആത്മീയതയാണ് ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൂട്ടുപിടിക്കുന്നത്. അതായത് ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പിലാണ് നാം ജീവിതം നയിക്കുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെ കാത്തുപരിപാലിക്കുന്ന ദൈവവും നമ്മെ സംരക്ഷിക്കുന്ന കൃപാസനം അമ്മയുമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി നിയമങ്ങളെല്ലാം സമർപ്പിക്കുമ്പോൾ ഈശോയിലും അമ്മയുടെയും ശരണം പ്രാപിച്ച് ആ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും കാത്തുപരിപാലിക്കുന്ന ആ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച് ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. രമ്യയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ അനുഗ്രഹം, പ്രത്യേകിച്ചും അച്ഛനെ കണ്ടപ്പോൾ ബ്ലെസ് ചെയ്തപ്പോൾ അച്ഛൻ പറയുകയുണ്ടായി എല്ലാം ശരിയാകും എന്ന്. രമ്യ കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ വന്നപ്പോൾ അച്ഛൻ കൊടുത്ത മെസ്സേജ് അതായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നൽകിയ പ്രാർത്ഥനയിൽ എല്ലാം ശരിയാകും, മോളെ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ രമ്യക്കൊന്നും പറയാൻ പറ്റിയില്ല. കാരണം സങ്കടം കൊണ്ട് അച്ഛൻ്റെ മുൻപിൽ മുട്ടുകുത്തിയപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത് എല്ലാം ശരിയാകും, വിഷമിക്കേണ്ട എന്നാണ്. അതിന് പ്രകാരമാണ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഈശോയും അമ്മയും ചെയ്തു കൊടുത്തത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും കാത്തുപരിപാലിക്കുന്ന ആ ദൈവമുണ്ട് നമ്മുടെ കൂടെ. നമുക്കും ആ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തതയെ മുന്നോട്ട് നയിക്കാം. രമ്യയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചും ഈ കുഞ്ഞുവാവയ്ക്കും ഗവൺമെൻറ് ജോലിക്കും കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്കെല്ലാം നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.